ബ്രസീൽ മൊറാക്കോ കളി അങ്ങനെ കഴിഞ്ഞു. വിചാരിച്ച പോലെ തന്നെ മൊറാക്കോ നന്നായിട്ട് കളിച്ചു. ബ്രസീൽ നല്ലൊരു ത്രട്ട് ഉണ്ടാക്കുന്ന ഉറപ്പായിരുന്നു. വിനീഷ്യസ് മാത്രമേ എനിക്ക് ബ്രസീൽ ഇമ്പ്രസീവായിട്ട് തോന്നിയുള്ളൂ. ആകപ്പാടെ ബാക്കി മിഡൊന്നും തീരെ കൺട്രോളില്ല, ബോളൊന്നും തീരെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ബ്രസീലിന് ഇപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ ആൻസലോട്ടി ഇപ്പോഴും ഒരു പ്രോപ്പർ ഫോർമേഷനും കാര്യങ്ങളും സെറ്റാക്കിയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം റഫീനിയൊക്കെ ഇടയ്ക്ക് മിഡിലേക്ക് കയറി കളിക്കുന്നത് കാണാം, ഇടയ്ക്ക് വിങ്ങറായിട്ട് കളിക്കുന്നത് കാണാം. ഒരു എന്തൊക്കെയോ ഒരു കൺഫ്യൂഷൻസ് ഉണ്ട് ടീമിൽ. ഒരു കുറേ പ്രശ്നങ്ങളുള്ളവർ തോന്നിയിട്ടുണ്ട്. കാസമീരോ ബ്രൂണോ രണ്ടുപേരും ഡിഫെൻസീവ് പോലെ കളിക്കുന്ന കയറി കളിക്കാമെന്ന് ആരുമില്ല. പാക്കറ്റെ കൊണ്ടൊന്നും കൂടിയാൽ കൂടുന്നു തോന്നുന്നില്ല. നെയ്മർ ലൈനപ്പിലേക്ക് വന്നാൽ ഒരു കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ പുള്ളിയുടെ ഇഞ്ചറി കാരണം എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ അടുത്ത കളിയും ബെഞ്ചിൽ തന്നെ ആവാൻ ചാൻസ്, ചിലപ്പോൾ ഒരു ഇമ്പാക്ട് സബ്ബൊക്കെ ആയിട്ട് വരികയായിരിക്കും. കുറേ പ്രശ്നങ്ങൾ ബ്രസീലിനെ സോൾവ് ചെയ്യാനുണ്ട്. ഇന്നലെ ഡ്രോ കിട്ടി ശരിക്കും പറഞ്ഞാൽ ഭാഗ്യം എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. വിനീഷ്യസിൻ്റെ ആ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് മാത്രമാണ് അത് ഗോൾ കലാശിച്ചത്. വേറെ എടുത്തു പറയാനൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ബ്രസീൽ സോർട്ട് ചെയ്താൽ ഇനിയിപ്പോൾ ഹെയ്ത്തി ആയിട്ടുള്ള കളി വലിയ പ്രശ്നം ഉണ്ടാവുന്നു. സ്കോട്ട്ലൻഡായിട്ട് കുറച്ച് ചലഞ്ചിങ് ആയിരിക്കും. എന്നാലും ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് കയറുന്നു ഞാൻ വിചാരിക്കുന്നത്. ഞാൻ നോക്കാം എന്താവുന്നുള്ളത്.